ദേശീയ മൃഗമാണ് ആന. തായ്ലാൻഡ് പട്ടയായിലെ നോനൂച്ച് എലിഫൻ്റ് തിയേറ്ററിലേക്കാണ് നാം ഇനി പോകുന്നത്. ഭൂമിയിലെ കരയിലെ ഏറ്റവും വലിയ ജീവി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആന. ആനകൾ ചെയ്യുന്ന മാജിക്കുകളാണ് ഈ എപ്പിസോഡിൽ മുഴുവൻ. ബോർഡിൽ തൂക്കിയിട്ട ബലൂണുകളെ കല്ല് കൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. സൂത്രം തെറ്റി പുറത്തേക്ക് പോയിരിക്കുന്നു. എന്നാലും ആന അതിൽ നിന്നും പിന്തിരിയുന്നില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും. ഇവിടെ നോക്കിയേ, ബലൂണുകൾ ലൈനായിട്ട് നിരത്തി വച്ചിരിക്കുന്നു. ആ ബലൂണുകൾ ചവിട്ടി പൊട്ടിച്ച് ഏറ്റവും മുന്നിലെത്തുന്ന ആൾക്കാണ് ഗിഫ്റ്റ്. നല്ല മത്സരം നടക്കുന്നുണ്ട്. ബലൂണുകളെല്ലാം പൊട്ടിച്ച് മുന്നേറുകയാണ് ഓരോ ആനകളും. അതിനുശേഷം നമ്മുടെ വണ്ണും ആദരവും സൂചകമായി. എനിക്കും വേണം, എനിക്കും വേണം, എനിക്കും വേണം, അങ്ങോട്ട് തരൂ. മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പയ്യനോട് ആന തുമ്പിക്കൈ നീട്ടി ഇത് വാങ്ങാൻ ശ്രമിക്കുന്നു. ഇതാ ഞാനും തൊട്ടേ, ഞാനും തൊട്ടേ. നല്ല ആനയുടെ തൊലിക്കട്ടി എന്നൊക്കെ പറയില്ലേ. നല്ല സീറ്റ് തന്നെ, മുൻനിരയിൽ തന്നെ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. നന്നായിട്ട് കാണാൻ. ഇതാ ആനയുടെ തുമ്പിക്കൈയിൽ ഒരുവൻ പാപ്പാനിരിക്കുന്നു. 100 ബാത്ത് 250 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ആനത്തുമ്പിയിൽ കയറി ഇരിക്കാം. ആനയും ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാം. നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു മുഹൂർത്തമാക്കി അതിനെ മാറ്റിയെടുക്കാം. ഒരു കുട്ടിയെ, ഒരു പേടി ആ കുട്ടിക്കില്ല കേട്ടോ. കുട്ടിയെ വാരി പുണർന്ന് ആന അതാ മുകളിലേക്ക് ഉയർത്തുന്നു. മറ്റു ആന അവനെ ആശീർവദിക്കുന്നത്. 2 ആനകൾ ഒന്നിച്ച് ചേർന്ന് ഒരു ഊഞ്ഞാല് പോലെ, 2 ആനകളുടെ തുമ്പിക്കളി ഊഞ്ഞാല് പോലെ അവിടെ ഇരുന്ന് ആളുകൾ ആടുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നത് നോക്കിയേ, തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മളെ കാണികളെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. 2 ആനകളുടെ തുമ്പിക്കൈയിലാണ് ആ സുന്ദരി ഇരിക്കുന്നത്. കുട്ടികൾക്കൊന്നും ഒരു പേടിയും ഇല്ല കേട്ടോ. പൊക്കുന്നു. എന്താണ് പോസിലെ? അടിപൊളി. ഇഷ്ടം പോലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത് കേട്ടോ. ഒരു വയസ്സായ ആളെയും വെക്കുന്നുണ്ട്. ആശീർവദിക്കുന്നതൊക്കെ തലയിൽ തൊട്ട്, അടുത്തുള്ള ആന തലയിൽ തൊട്ട് ആശീർവദിക്കുന്നത്. മറ്റൊരു ടാസ്ക്. ഇത് ബോളാണ്, ബാസ്ക്കറ്റ് ബോൾ. ആ ബാസ്ക്കറ്റ് ബോള് കൃത്യമായി ആ കൊട്ടയിൽ വീണു. അത്രയും ദൂരത്തു നിന്ന് ഒരു ആന എറിഞ്ഞ് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ മറ്റാന നോക്കിയേ, കോട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ദൂരത്ത് നിന്നാണ് എറിയേണ്ടത്, പക്ഷേ അവൻ ബാസ്ക്കറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ബാസ്ക്കറ്റിൽ ഇടാനുള്ള ഒരു ശ്രമമാണ്. ഇത് മറ്റൊരു ടാസ്ക്കാണ്.
നോക്കൂ, കൃത്യമായിട്ട്. ഈ കളിയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. വലിയ സമ്പന്നർ കളിക്കുന്ന ഒരു കളിയാണ്. അതാ അതിലും വിജയിയായി. അടുത്തത് ഫുട്ബോൾ കളിയാണ്. ആനയും ആനയും തമ്മിലുള്ള കളി. അതാ ഗോൾ, പക്ഷെ ഔട്ടായി. ഇതൊക്കെ കണ്ടപ്പം കാണികളിൽ നിന്ന് ഒരു തരുണിമണി വന്ന് കിടക്കുകയാണ്. ആനയുടെ മസാജാണ്. തുമ്പിക്കൈ കൊണ്ട് കുത്തിയും കാലുകൊണ്ട് അതൊക്കെ ചവിട്ടി ചവിട്ടി ചവിട്ടി. അയ്യോ, നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാകുകയാണ്. നന്നായിട്ട് ചവിട്ടി ഒഴിച്ചിൽ എന്നൊക്കെ പറയില്ലേ, ഇത് കണ്ടപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയൊന്നും അല്ല കേട്ടോ, അത് കാണികളിൽ നിന്നും ഇറങ്ങിച്ചെന്ന സ്ത്രീയാണ്. ഇത് കണ്ടപ്പോൾ നമുക്കും ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. അതാ വരുന്ന ഒരു പുരുഷനും കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളാണ്, പക്ഷെ മനസ്സിന് അദ്ദേഹത്തിന് യുവത്വമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ കാലെങ്ങാനും ഒന്ന് അമർന്നാൽ അവരുടെ സ്ഥിതി ചമ്മന്തിയാവൂലേ. നമ്മൾ പറയും പോലെ ഒരു ആനക്കൂട്ട ഓട്ടമാണ്. ഇവയെല്ലാം തീറ്റി പോറ്റുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അവർ ആനയെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. നല്ല മുഴുത്ത കൊഴുത്ത ആനകളാണ്, നല്ല ആരോഗ്യവാന്മാരായ ആനകൾ. അപ്പോൾ മനസ്സിലായല്ലോ കണ്ടോ, ആനകളുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോഴുള്ള, നമ്മളെ വണങ്ങുകയാണ്, നമ്മളെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ റിബൺ, നീണ്ട ഒരു റിബൺ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആന ഇരിക്കുന്നത് കണ്ടോ, നോക്കിയേ എന്ത് ഭംഗിയാണ്. നോക്കൂ, ഇരുന്നിട്ട് കാലുകളൊക്കെ ആട്ടിക്കൊണ്ട് നമ്മളുടെ സർക്കസിലും കാണിക്കുന്നത് പോലെ ഒരു വളയം ചുറ്റിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. എലഫൻ്റ് തിയേറ്റർ പട്ടയ ബോർഡ് വളരെ ഭംഗിയായിട്ട്. ഇവിടെ വളരെ എന്താ പറയുക, ആകർഷകമായ ഒരു കാര്യം, ആനകൾ അത്ഭുതകരമായിട്ട് കാണുകയാണ്. നമ്മൾ കാണുകയാണ്, അല്ല വെറുതെ പറയല്ല. ആനകൾ നോക്കിയേ പെയിൻറ് ചെയ്യുന്നു, ചിത്രം വരച്ച് പെയിൻറ് ചെയ്യാണ്. വളരെ ആകർഷകമായ ബോർഡിലും ഇവിടെ നോക്കി ആന ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുത്തി 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 ഇലകളും കൊമ്പുകളും, അതുപോലെ വളരെ മനോഹരമായ ഒരു പ്രിൻ്റ് ഇങ്ങനെ ആന പെയിൻറ് ചെയ്ത പ്രിൻ്റ് ഔട്ട് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. വളരെ ആകർഷമുള്ള കളർഫുള്ളായിട്ടുള്ള 300 ബാത്ത് ആണ് വില, ഏകദേശം 750 രൂപ ടീഷർട്ടുകൾക്ക്.